റെക്കോർഡിംഗ് സ്റ്റാർട്ട് ആയാ? ആ ശരി. അപ്പൊ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്താ സ്ക്രീൻ കാണുന്നുണ്ടോ? ആ പിന്നെ ആരെ കേൾക്കുന്നില്ല കാണുന്നില്ല എന്ന് പറഞ്ഞേ. ശരി, ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്തായിരുന്നു നോക്കിയത്? പൈത്തൺ ഓപ്പറേറ്റേഴ്സ് ആയിരുന്നു അല്ലേ? ഇനി നമുക്കുള്ളത് സ്റ്റേറ്റ്മെന്റ്സ്. എന്താണ് സ്റ്റേറ്റ്മെന്റ് എന്ന് വെച്ചാല്? എ സ്റ്റേറ്റ്മെന്റ് ഇൻ പൈത്തൺ ഈസ് എ ലോജിക്കൽ ഇൻസ്ട്രക്ഷൻ വിച്ച് പൈത്തൺ ഇന്റർപ്രിറ്റർ ക്യാൻ റീഡ് ആൻഡ് എക്സിക്യൂട്ട്. അതായത് നമ്മുടെ പ്രോഗ്രാംസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ്സ് പൈത്തൺ ഇന്റർപ്രിറ്ററിന് റീഡ് ചെയ്യാനും എക്സിക്യൂട്ട് ചെയ്യാനും പറ്റുന്ന സെന്റൻസ് ഉണ്ടല്ലോ. അതായത് ഏതൊക്കെയാണ്? എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ്രിന്റ് സ്റ്റേറ്റ്മെന്റ്, അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ്. പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ എന്തിനാ യൂസ് ചെയ്യുന്നത്? ഇപ്പൊ എന്തെങ്കിലും നമുക്ക് പ്രിന്റ് ചെയ്യിപ്പിക്കണം, അതായത് പ്രിന്റ് ഹലോ വേൾഡ് എന്ന് പറഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ ആ ഹലോ വേൾഡ് എന്ന് പറയുന്നത് നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് പ്രിന്റ് ചെയ്ത് കിട്ടും. അപ്പൊ അതാണ് പ്രിന്റ് സ്റ്റേറ്റ്മെന്റ്. എന്തായിരുന്നു അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് വെച്ചാല്? അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ എഴുതുന്ന എക്സ്പ്രഷൻസ്, അതാണ് അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എക്സ് ഈസ് ഈക്വൽ ടു 5, പിന്നെന്താണ് എക്സ് ഈസ് ഈക്വൽ ടു a plus b എന്നൊക്കെ നമ്മൾ പറയുന്ന അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ്. അതായത് നമ്മൾ ഒരു വാല്യൂ നമ്മുടെ വേരിയബിളിലേക്ക് അസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ അങ്ങനെ അസൈൻ ചെയ്ത് കൊടുക്കുന്ന ആ ഒരു സെന്റൻസ് ആണ് അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? A statement can be thought as an instruction that can be interpreted by the Python interpreter. Example ഏതൊക്കെയാണ്? Print and assignment statements. Then എന്താണ്? The assignment statement is fundamental to Python and it defines the way an expression creates object and preserve them. അതായത് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ആവും, ആ ഒബ്ജക്റ്റിലേക്ക് നമ്മൾ എന്ത് കൊടുക്കും? വാല്യൂ കൊടുക്കും. പിന്നെ ആ വാല്യൂവിനെ നമുക്ക് പ്രിന്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യും. വാല്യൂ അസൈൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ്സും യൂസ് ചെയ്യും. Then the statement is interpreted by the interpreter and after execution displays some result. അതായത് ഒരു സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? റിസൾട്ട് കിട്ടും. അതായത് പ്രിന്റ് സ്റ്റേറ്റ്മെന്റിലേക്ക് നമുക്ക് എക്സിക്യൂഷൻ കഴിയുമ്പോൾ റിസൾട്ട് കിട്ടും. നമ്മൾ എന്താണോ പ്രിന്റ് ചെയ്യിപ്പിക്കാൻ കൊടുത്തത് ആ ഒരു സ്ട്രിങ്ങിനെയോ എന്താണെന്ന് വെച്ചാൽ അത് നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടും. പക്ഷേ അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ്സിൽ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാൻ വല്ല ഔട്ട്പുട്ട് ഉണ്ടോ? ഇല്ല. എക്സ് ഈസ് ഈക്വൽ ടു 5 എന്ന് പറഞ്ഞ് എക്സിക്യൂട്ട് ചെയ്താൽ ആ എക്സ് എന്ന വേരിയബിളിലേക്ക് 5 എന്ന വാല്യൂ സ്റ്റോർ ആവുകയാണ് ചെയ്യുന്നത്. അല്ലാതെ നമുക്ക് ഔട്ട്പുട്ട് തരാൻ വേണ്ടിയിട്ട് ഒന്നുമില്ല. അപ്പൊ പ്രിന്റ് സ്റ്റേറ്റ്മെന്റിന് മാത്രമേ എന്തുള്ളൂ? ഡിസ്പ്ലേ ഔട്ട്പുട്ടിങ് ഉള്ളൂ. ദെൻ എക്സാമ്പിൾ നോക്കിക്കേ. മെസ്സേജ് ഈസ് ഈക്വൽ ടു ഹലോ വേൾഡ്. മെസ്സേജ് എന്ന വേരിയബിളിലേക്ക് നമ്മൾ ഹലോ വേൾഡ് കൊടുത്തു. നമ്മൾ അത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എന്താ നമുക്ക് ആൻസർ കിട്ടുക? ഹലോ വേൾഡ് എന്ന് പ്രിന്റ് ചെയ്തിട്ട് വരും. മനസ്സിലായില്ലേ? ദെൻ പ്രിന്റ് 1 ഇത് എക്സിക്യൂട്ട് ചെയ്ത് എന്താണ്? സിംപ്ലി 1 പ്രിന്റ് ചെയ്യും. പിന്നെ എക്സ് ഈക്വൽ ടു 2 അതൊരു അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. എക്സ് ഈക്വൽ ടു 2 എക്സ് എന്ന വേരിയബിളിലേക്ക് നമ്മൾ 2 എന്ന വാല്യൂ സ്റ്റോർ ചെയ്തു. ദെൻ പ്രിന്റ് എക്സ് കൊടുത്തു. എന്താണ്? ആ എക്സിനെ പ്രിന്റ് ചെയ്യിപ്പിക്കാം. എക്സിനെ പ്രിന്റ് ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എക്സിന്റെ വാല്യൂ എന്താണ്? 2 ആണ്. അപ്പൊ പൈത്തൺ ഇന്റർപ്രിറ്റർ എന്താ ചെയ്യുക? എക്സ് ഈസ് ഈക്വൽ ടു 2 എന്ന ആ സ്റ്റേറ്റ്മെന്റിനെ ഇവാലുവേറ്റ് ചെയ്യും. അപ്പൊ എന്താണ്? 2 എന്ന് നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. മനസ്സിലായ സ്റ്റേറ്റ്മെന്റ്? എന്താണ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ? ഒരു ലോജിക്കൽ ഇൻസ്ട്രക്ഷൻ ആണ്. പൈത്തൺ ഇന്റർപ്രിറ്റർ ആ സ്റ്റേറ്റ്മെന്റിനെ ഇവാലുവേറ്റ് ചെയ്യുന്നു, ദെൻ എക്സിക്യൂട്ട് ചെയ്യുന്നു. കോമൺലി എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? പ്രിന്റ് സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ്. പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? എന്തെങ്കിലും നമുക്ക് ഔട്ട്പുട്ട് ചെയ്ത്, അതായത് ഡിസ്പ്ലേ ചെയ്ത് കാണണം. അതിന് വേണ്ടിയിട്ടാണ്. എന്തെങ്കിലും നമുക്ക് പ്രിന്റ് ചെയ്യിപ്പിക്കണം ഔട്ട്പുട്ട് ആയിട്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നത്.
അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഏതെങ്കിലും ഒരു വേരിയബിളിലേക്ക് നമുക്കൊരു വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ്സ് യൂസ് ചെയ്യും. ഏതൊക്കെയായിരുന്നു അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ്? നമ്മൾ പഠിച്ച അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെയായിരുന്നു പറഞ്ഞേ? ഈക്വൽ ടു പ്ലസ് ഈക്വൽ ടു, പ്ലസ് ഈക്വൽ ടു, മൈനസ് ഈക്വൽ ടു, അതൊക്കെയായിരുന്നു അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ്സ്. അപ്പോൾ ആ ഓപ്പറേറ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മളൊരു എക്സ്പ്രഷൻ എഴുതാണ് അല്ലെങ്കിൽ ഒരു സെന്റൻസ് എഴുതാണ്. അപ്പൊ അതാണ് അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. ഇത്രേ ഉള്ളൂ സ്റ്റേറ്റ്മെന്റ്സ്. ദെൻ നമുക്ക് നെക്സ്റ്റ് ഉള്ളത് എക്സ്പ്രഷൻ. എക്സ്പ്രഷൻ എന്താണ്? An expression is a combination of variables, operators, values and reserved keywords. അതായത് ഒരു എക്സ്പ്രഷൻ എന്ന് പറയുന്നത് വേരിയബിൾസിന്റെയും ഓപ്പറേറ്റേഴ്സിന്റെയും വാല്യൂസിന്റെയും റിസർവ് കീവേഡ്സിന്റെയും ഒരു കോമ്പിനേഷൻ ആയിരിക്കും. വേരിയബിൾസ് എന്ന് വെച്ചാൽ എന്താണ്? വേരിയബിൾസ് നമ്മളെ യൂസർ ആണ് പ്രോഗ്രാംസിന് കൊടുക്കുക. അതായത് നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു 5 എന്ന് നമ്മൾ അസ്യൂം ചെയ്തു. എക്സ് ഈസ് ഈക്വൽ ടു 5 എന്ന് നമ്മൾ പ്രോഗ്രാമിൽ കൊടുത്തു. അവിടെ ഏതാണ് വേരിയബിൾ? എക്സ് ആണ് വേരിയബിൾ. വാല്യൂ എന്താണ്? 5 ആണ്. ആ എക്സ് എന്ന വേരിയബിളിന്റെ വാല്യൂ ആണ് 5. നമ്മളാണ് ആ എക്സ് ഈസ് ഈക്വൽ ടു 5 എന്ന് അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. ആ എക്സിലേക്ക് 5 എന്ന വാല്യൂ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ദെൻ എന്താണ് റിസർവ് കീവേഡ്സ് എന്ന് വെച്ചാൽ എന്തൊക്കെയായിരുന്നു? ഇഫ്, എൽസ്, അതൊക്കെയാണ് റിസർവ് കീവേഡ്സ്. അപ്പോൾ ഇതിന്റെ എല്ലാം കൂടി ഒരു കോമ്പിനേഷൻ ആയിട്ട് വരുന്നതാണ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ദെൻ whenever you type an expression in command line, the interpreter evaluates it and produce the results. അതായത് നമ്മളൊരു എക്സ്പ്രഷൻ കമാൻഡ് ലൈൻ എഴുതിയാൽ ഇന്റർപ്രിറ്റർ എന്താ ചെയ്യുക? ആ എക്സ്പ്രഷനെ ഇവാലുവേറ്റ് ചെയ്യുന്നു, ദെൻ റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഒരു സിമ്പിൾ എക്സാമ്പിൾ നോക്കിക്കേ. നമ്മൾ കമാൻഡ് ലൈനിൽ 1 + 1 എന്ന് ടൈപ്പ് ചെയ്തു. ദെൻ എക്സിക്യൂട്ട് ചെയ്ത് എന്താ ആൻസർ കിട്ടുക? സിമ്പിളി ആ എക്സ്പ്രഷനെ ഇവാലുവേറ്റ് ചെയ്തു. 1 + 1 എന്ന് ഇന്റർപ്രിറ്റർ ഇവാലുവേറ്റ് ചെയ്തിട്ട് അത് രണ്ടിന്റെ ആൻസർ അതായത് 2 എന്ന് നമുക്ക് ഔട്ട്പുട്ട് തരും. എന്താണ് ഇവാലുവേഷൻ ഓഫ് എക്സ്പ്രഷൻ? എങ്ങനെയാണ് എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യുന്നത്? The evaluation of an expression produces a value. അതായത് ഇവാലുവേഷൻ, ഒരു എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഒരു വാല്യൂ കിട്ടും. മോളിൽ പറഞ്ഞ എക്സാമ്പിൾ നോക്കിക്കേ. 1 + 1 എന്ന എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്തപ്പോൾ ഒരു ആൻസർ കിട്ടി, 2 എന്ന ആൻസർ കിട്ടി. In an assignment statement, an expression is always there in the right side. അതായത് അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ്സിലാണെങ്കിൽ അങ്ങനെ ഒരു വാല്യൂ നമുക്ക് കിട്ടില്ല. അതായത് എക്സ് ഈക്വൽ ടു എന്താണ് എക്സ് ഈസ് ഈക്വൽ ടു 5 എന്ന് നമ്മൾ കൊടുത്തു. അവിടെ നമുക്കൊരു വാല്യൂ കിട്ടില്ല. ആ എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു റിസൾട്ട് കിട്ടില്ല. പിന്നെ എന്താണ് കിട്ടുക? ഇവാലുവേറ്റ് ചെയ്യുന്ന എന്താണ്? ആ എക്സ് എന്ന വേരിയബിളിലേക്ക് 5 എന്ന വാല്യൂ സ്റ്റോർ ആവുന്നു. അതാണ് ആ എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ അവിടെ നടക്കുന്നത്. എക്സാമ്പിൾ നോക്കിക്കേ. എക്സാമ്പിൾ ഓഫ് ആൻ എക്സ്പ്രഷൻ ആഡ് 2 + 3. അതൊരു സിമ്പിൾ എക്സ്പ്രഷൻ ആണ്. സോ ഇന്റർപ്രിറ്റർ ഈ എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത്? 2ഉം 3യും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് 5 എന്ന് ഔട്ട്പുട്ട് തരും. ദെൻ വേറൊരു എക്സാമ്പിൾ നോക്കിക്കേ. പ്രോഗ്രാം ഈസ് ഈക്വൽ ടു ഹലോ പൈത്തൺ എന്ന് നമ്മൾ കൊടുത്തു. ദെൻ പ്രോഗ്രാം എന്ന വേരിയബിളിലേക്ക് ഹലോ പൈത്തൺ എന്ന വാല്യൂ നമ്മൾ അസൈൻ ചെയ്ത് കൊടുത്തു. ദെൻ നമ്മൾ പ്രോഗ്രാമിനെ കോൾ ചെയ്തു. അപ്പൊ എന്താ കിട്ടുക? ഹലോ പൈത്തൺ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. ദെൻ പ്രിന്റ് പ്രോഗ്രാം എന്ന് കൊടുത്താലോ അപ്പോഴും ഹലോ പൈത്തൺ കിട്ടും. അവിടെ ഒരു ഡിഫറൻസ് ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ പ്രോഗ്രാമിനെ തനിയെ കോൾ ചെയ്യുമ്പോൾ കോഡ്സിനുള്ളിലായിരിക്കും, അതായത് സിംഗിൾ കോഡ്സിനുള്ളിലായിരിക്കും ആ സ്ട്രിങ്ങിനെ എന്താ റിട്ടേൺ ചെയ്യുക. കണ്ടോ? ഹലോ പൈത്തൺ ഫസ്റ്റ് നോക്ക്, പ്രോഗ്രാം ഈസ് ഈക്വൽ ടു ഹലോ പൈത്തൺ. പിന്നെ നമ്മൾ പ്രോഗ്രാമിനെ കോൾ ചെയ്തു. ആ സമയത്ത് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കോഡ്സിന്റെ ഉള്ളിലായിരിക്കും ഹലോ പൈത്തൺ കിട്ടുക. പ്രിന്റ് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടാണെങ്കിലോ പ്രിന്റ് പ്രോഗ്രാം എന്നാണെങ്കിൽ എന്താണ് ആ വാല്യൂ എന്ന് മാത്രമേ നമുക്ക് ഔട്ട്പുട്ട് കിട്ടൂ. ഹലോ പൈത്തൺ എന്നായിരുന്നു നമ്മുടെ ആ വേരിയബിളിന്റെ വാല്യൂ. അപ്പോൾ ആ ഹലോ പൈത്തൺ എന്ന് മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ഔട്ട്പുട്ട് കിട്ടുള്ളൂ. An expression is not always a mathematical expression in Python. അതായത് മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനെ മാത്രമല്ല നമ്മൾ പൈത്തണിൽ ഒരു എക്സ്പ്രഷൻ ആയിട്ട് കണക്കാക്കുക. നമ്മൾ സാധാരണ ഒരു എക്സ്പ്രഷൻ എന്ന് പറയുമ്പോൾ അതിൽ ഇപ്പൊ എക്സ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി എന്ന് പറയുന്നതാണ് ഒരു എക്സ്പ്രഷൻ എന്ന് നമ്മുടെ മനസ്സിൽ ആദ്യം വരാം. പക്ഷേ പൈത്തണിൽ എന്താണ്? മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ മാത്രമല്ല എക്സ്പ്രഷൻ ആയിട്ട് കണക്കാക്കുക. പിന്നെ എന്താണ്? ഒരു വേരിയബിളിന്റെ വാല്യൂവിനെയും പൈത്തൺ എക്സ്പ്രഷൻ ആയിട്ട് തന്നെയാണ് കാണുന്നത്. അതായത് പ്രോഗ്രാം ഈസ് ഈക്വൽ ടു ഹലോ പൈത്തൺ എന്ന് നമ്മൾ കൊടുത്താൽ ഹലോ പൈത്തണിനെയും എക്സ്പ്രഷൻ ആയിട്ടാണ് പൈത്തൺ ഇന്റർപ്രിറ്റ് ചെയ്യുക.
മനസ്സിലായില്ലേ? പ്രോഗ്രാം ഈസ് ഈക്വൽ ടു ഹലോ പൈത്തൺ എന്ന് നമ്മൾ അസൈൻ ചെയ്ത് കൊടുത്തു. അപ്പൊ ഇവിടെ എന്താണ് ഹലോ പൈത്തണെയും പൈത്തൺ എന്താണ് എക്സ്പ്രഷൻ ആയിട്ടായിരിക്കും ഇന്റർപ്രിറ്റ് ചെയ്യാം. ഓക്കെ, ദെൻ കഴിഞ്ഞു, എക്സ്പ്രഷൻ കഴിഞ്ഞു. നെക്സ്റ്റ് എന്താണ് യൂസർ ഇൻപുട്ട്. കുറെ എക്സാമ്പിൾ മുകളിൽ കുറെ എക്സാമ്പിൾ ഒക്കെ പഠിച്ചിട്ടുണ്ട്. യൂസർ ഇൻപുട്ട് എന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെയാണ് പൈത്തണിന് ഇൻപുട്ട് കൊടുക്കുക ത്രൂ കീബോർഡ്. ഒരു പ്രോഗ്രാം നമ്മൾ റൺ ചെയ്യുമ്പോൾ ഇപ്പോൾ 2 നമ്പേഴ്സ് ആഡ് 2 നമ്പേഴ്സ് ആയിരിക്കും. ആ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ നമ്പേഴ്സ് നമ്മൾ കീബോർഡ് വഴിയാണ് കൊടുക്കുന്നത് അല്ലേ? അപ്പൊ പൈത്തൺ പ്രോംപ്റ്റ് ചെയ്യും എൻ്റർ ദി നമ്പേഴ്സ് എന്ന് നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? കീബോർഡ് വഴി നമ്മുടെ നമ്പേഴ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കും. അങ്ങനെ നമ്മൾ യൂസറാണ് ഇൻപുട്ട് പൈത്തണിലേക്ക് കൊടുക്കുന്നത്. അതാണ് യൂസർ ഇൻപുട്ട് എന്ന് പറയുന്നത്. എന്താണ് ഇൻ എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ദ ഇൻപുട്ട് ഫ്രം കീബോർഡ് ബൈ യൂസർ പ്ലേസ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ എക്സിക്യൂട്ടിംഗ് എ പ്രോഗ്രാം. There is rare in any program which executes without some input. അതായത് ഇൻപുട്ട് ഇല്ലാണ്ട് ഒരു പ്രോഗ്രാം റൺ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഏത് പ്രോഗ്രാം റൺ ചെയ്യണമെങ്കിലും എന്ത് വേണം? ഒരു ഇൻപുട്ട് വേണം. എന്നാലേ ആ ഇൻപുട്ടിനെ പ്രോസസ്സ് ചെയ്തിട്ട് ഔട്ട്പുട്ട് നമുക്ക് തരുള്ളൂ. The input in many programs is prompted by the user and the user uses the keyboard in order to provide input for the program to execute. അതായത് നമ്മൾ എങ്ങനെയാണ് ഇൻപുട്ട് കൊടുക്കുക? ത്രൂ കീബോർഡ് ആണ്. കീബോർഡ് വഴി മാത്രമേ നമുക്ക് ഇൻപുട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. Python is also provides the facility to user to provide input from keyboard. That is done by 2 ways. എങ്ങനെയൊക്കെയാണ്? നമ്മൾ കീബോർഡിൽ നിന്നും പൈത്തണിന് ഇൻപുട്ട് കൊടുക്കാനായിട്ട് 2 ways ഉണ്ട്. ഏതൊക്കെയാണ്? ഇൻപുട്ട് ഫംഗ്ഷൻ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ റോ ഇൻപുട്ട് ഫംഗ്ഷന് യൂസ് ചെയ്യാൻ പറ്റും. ഇൻപുട്ട് ഫംഗ്ഷൻ യൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ റോ ഇൻപുട്ട് ഫംഗ്ഷൻ യൂസ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ റീസെന്റ് പൈത്തൺ വേർഷൻസിലൊക്കെ യൂസ് ചെയ്യുന്നത് ഇൻപുട്ട് ഫംഗ്ഷൻ ആണ്. റോ ഇൻപുട്ട് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഓൾഡർ വേർഷൻസിലൊക്കെ യൂസ് ചെയ്തിരുന്നതായിരുന്നു ഇൻപുട്ട് ഫംഗ്ഷൻ. നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് റീസെന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് റീസെന്റ് വേർഷൻ പൈത്തണിൽ യൂസ് ചെയ്യുന്നത് ഇൻപുട്ട് ഫംഗ്ഷൻ ആണ്. അപ്പൊ അത് എന്താണ് അത് തമ്മിലുള്ള ഡിഫറൻസ്, എങ്ങനെയാണ് അത് യൂസ് ചെയ്യുന്നതൊക്കെ നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്താണ് ഇൻപുട്ട് ഫംഗ്ഷൻ? The first function for prompting the input from user in Python is through input function. അതായത് ഇൻപുട്ട് ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ നമുക്ക് എന്താ പറ്റുക? നമ്മൾ കീബോർഡിൽ നിന്ന് നമുക്ക് പൈത്തണിന് ഇൻപുട്ട് എൻ്റർ ചെയ്യിപ്പിക്കാൻ പറ്റും. Then input function has an optional parameter which is the prompt string. അതായത് എന്താണ് നമുക്ക് പ്രോംപ്റ്റ് ചെയ്യാം? enter the string അല്ലെങ്കിൽ enter the numbers അല്ലെങ്കിൽ enter the age എന്നൊക്കെ ആയിരിക്കും നമുക്ക് പ്രോംപ്റ്റ് ചെയ്യാം. നമ്മൾ അതിനൊക്കെയല്ലേ വാല്യൂസ് കൊടുക്കുന്നത്. അപ്പൊ അതാണ് പറയുന്നത് ഇൻപുട്ട് ഫംഗ്ഷൻ ഹാസ് ആൻ ഓപ്ഷണൽ പാരാമീറ്റർ വിച്ച് ഈസ് ദ പ്രോംപ്റ്റ് സ്ട്രിങ്. സ്ട്രിങ് ആയിട്ടായിരിക്കും പ്രോംപ്റ്റ് ചെയ്യുക എപ്പോഴും. Then when the input function is called in order to take input from the user, then the execution of the program halts and wait for the user to provide an input. അതായത് എപ്പോഴാണോ ഇൻപുട്ട് ഫംഗ്ഷൻ കോൾ ചെയ്യുന്നത് ആ സമയത്ത് ഇന്റർപ്രിറ്റർ നമ്മുടെ എക്സിക്യൂഷൻ ഹോൾഡ് ചെയ്യും. അതായത് അവിടെ സ്റ്റോപ്പ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ് സ്റ്റോപ്പ് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ടാ? നമ്മളുടെ യൂസറിൽ നിന്നും ഇൻപുട്ട് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും. അതായത് എപ്പോഴാണോ ഇൻപുട്ട് ഫംഗ്ഷൻ കോൾ ചെയ്യുന്നത് ആ സമയത്ത് എന്താ പറ്റുക? ഇന്റർപ്രിറ്റർ പ്രോഗ്രാംസിന്റെ എക്സിക്യൂഷൻ ഹോൾഡ് ചെയ്യും, അതായത് സ്റ്റോപ്പ് ചെയ്യും. ആൻഡ് ടു വെയിറ്റ് ഫോർ ദ യൂസർ ഇൻപുട്ട് പ്രൊവൈഡഡ് ബൈ എ കീബോർഡ്. കീബോർഡിൽ നിന്നും പൈത്തണിന് ഇൻപുട്ട് കിട്ടുന്നത് വരെ പ്രോഗ്രാം കോൾ ചെയ്യും, ഇൻപുട്ട് ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ. Then the input is given by the user through keyboard and it is entered by the return key. അതായത് ഇപ്പൊ നമ്മൾ കീബോർഡ് വഴി ഇൻപുട്ട് എൻ്റർ ചെയ്തു, അത് കഴിഞ്ഞ് നമ്മൾ സ്റ്റോപ്പ് ആക്കി എന്ന് എങ്ങനെയാ പൈത്തണിനെ മനസ്സിലാക്കാം? ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇൻപുട്ട്. അതായത് എൻ്റർ ദ നെയിം എന്നാണ് നമുക്ക് പ്രോംപ്റ്റ് ചെയ്തത്. അപ്പൊ നമ്മൾ ഒരു നെയിം കൊടുത്തു, കവിത എന്ന് കൊടുത്തു. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ നെയിം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പ്രോഗ്രാം എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ നമ്മൾ എങ്ങനെയാ കൊടുക്കുക? എൻ്റർ കീ പ്രസ് ചെയ്യണം. എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോഴാണ് ഇൻപുട്ട് നമ്മുടെ പൈത്തണിൽ അക്സെപ്റ്റ് ആവുക. നമ്മുടെ എന്താണ് നമ്മുടെ ഇൻപുട്ട് എൻഡ് ആയി എന്ന് പൈത്തണിൽ മനസ്സിലാവുന്നത് റിട്ടേൺ കീ ഓർ എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോഴാണ്. ദെൻ input function interprets the input provided by the user. That is, if user provides an integer value as input, then the input function will return this integer value. അതായത് ഇൻപുട്ട് ഫംഗ്ഷൻ എന്താണ്? നമ്മൾ കൊടുക്കുന്ന യൂസർ ഇൻപുട്ടിനെ ഇന്റർപ്രിറ്റ് ചെയ്യുന്നു.
ഇപ്പൊ നമ്മൾ ഇന്റിജർ വാല്യൂ ആണ് യൂസർ ഇൻപുട്ട് ആയിട്ട് കൊടുത്തത്. അങ്ങനെയാണെങ്കിൽ ഇൻപുട്ട് ഫംഗ്ഷൻ ഇന്റിജർ വാല്യൂ തന്നെ നമുക്ക് റിട്ടേൺ ചെയ്യും. അപ്പൊ നമ്മൾ സ്ട്രിംഗ് വാല്യൂ ആണ് കൊടുത്തത്. അങ്ങനെയാണെങ്കിൽ എന്താണ് പൈത്തൺ സ്ട്രിംഗ് വാല്യൂ തന്നെ റിട്ടേൺ ചെയ്യും. അതാണ് ഇൻപുട്ട് ഫംഗ്ഷന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ നോക്കിക്കേ. നെയിം ഈസ് ഈക്വൽ ടു ഇൻപുട്ട് വാട്ട് ഈസ് യുവർ നെയിം. പ്രിന്റ് ഹലോ പ്ലസ് നെയിം പ്ലസ്, അതായത് നെയിം ഈസ് ഈക്വൽ ടു ഇൻപുട്ട് വാട്ട് ഈസ് യുവർ നെയിം. അതായത് വാട്ട് ഈസ് യുവർ നെയിം എന്നാണ് നമ്മൾ ഈ പ്രോഗ്രാം ഈ ഒരു കോഡ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് ആയിട്ട് വരാം. വാട്ട് ഈസ് യുവർ നെയിം. ആ സമയത്ത് നമ്മൾ എന്താ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കണം. കീബോർഡിൽ നിന്നും നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇവിടെ ഇപ്പൊ അരുൺ എന്ന് കൊടുത്തു, കണ്ടോ? അപ്പൊ എന്താണ് ഔട്ട്പുട്ട് വന്നത്? ഹലോ അരുൺ എന്ന് ഔട്ട്പുട്ട് വന്നു. ഈ പ്രിന്റ് ഹലോ പ്ലസ് എന്ന് പറഞ്ഞേക്കുന്നത് ഈ ഹലോയ്ക്കും നമ്മൾ കൊടുക്കുന്ന നെയിമിനും ഇടയ്ക്ക് സ്പേസ് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പ്ലസ് ഇട്ട് കൊടുത്തേക്കുന്നത്. കേൾക്കുന്നുണ്ടോ എല്ലാരും? ശരി. അപ്പൊ സ്പേസ് വരാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ മുമ്പ് പഠിച്ചപ്പോഴൊക്കെ പ്ലസ് വന്നായിരുന്നല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞില്ലേ സ്പേസ് വരാൻ വേണ്ടിയിട്ട്, സ്ട്രിങ്ങിന്റെ ഇടയ്ക്ക് സ്പേസ് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്ലസ് സിംബല് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പൊ എന്താ ഔട്ട്പുട്ട് വന്നത്? ഹലോ അരുൺ എന്ന് ഔട്ട്പുട്ട് വന്നു. അപ്പൊ നമ്മൾ ഇതിന്റെ ടൈപ്പ് ഏതാണ് എന്ന് കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് ഏതാ വരാ? സ്ട്രിങ് തന്നെ വരും. അടുത്തത് നോക്കിക്കേ. ഏജ് ഈസ് ഈക്വൽ ടു ഇൻപുട്ട് എന്റർ യുവർ ഏജ്. എന്താണ് എന്റർ യുവർ ഏജ് എന്ന് പ്രോംപ്റ്റ് ചെയ്യും. നമ്മളിത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എന്റർ യുവർ ഏജ് എന്ന് പ്രോംപ്റ്റ് ചെയ്യും. അപ്പൊ നമ്മൾ 20 കൊടുത്തു. അപ്പൊ എന്താ ഔട്ട്പുട്ട് ചെയ്ത് വരാ? 20 എന്ന് ഔട്ട്പുട്ട് ചെയ്ത് വരും. നെക്സ്റ്റ് ഹോബീസ്. ഹോബീസ് ഈക്വൽ ടു ഇൻപുട്ട് വാട്ട് ആർ യുവർ ഹോബീസ്. അപ്പൊ എന്താ പ്രോംപ്റ്റ് ചെയ്ത് വരാ? കമാൻഡ് ലൈനിൽ വാട്ട് ആർ യുവർ ഹോബീസ് എന്ന് പ്രോംപ്റ്റ് ചെയ്ത് വരും. അപ്പൊ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. പ്ലേയിങ്, റീഡിങ് എന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു. നമ്മൾ ഏത് ഡേറ്റ ടൈപ്പ് ആണ് അവിടെ യൂസ് ചെയ്തത്? പ്ലേയിങ്, റീഡിങ് എന്ന് എഴുതിയേക്കുന്നത് കണ്ടില്ലേ? ഏത് ഡേറ്റ ടൈപ്പ് ആണത്? പറഞ്ഞേ. സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിലുള്ളത് ഏത് ഡേറ്റ ടൈപ്പ് ആണ്? സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിലുള്ളത് ലിസ്റ്റ്. സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിലുള്ളത് ലിസ്റ്റ്, പിന്നെ റൗണ്ട് ബ്രാക്കറ്റിനുള്ളിലുള്ളത് ടപ്പിൾ. ടപ്പിൾ. അപ്പൊ ഇവിടെ നമ്മൾ ലിസ്റ്റ് ആയിട്ടാണ് കൊടുത്തത്, പ്ലേയിങ്, റീഡിങ് എന്ന്. നമുക്ക് ഔട്ട്പുട്ട് എന്താ കിട്ടുക? അതേപോലെ തന്നെ പ്ലേയിങ്, റീഡിങ് എന്ന് കിട്ടും. ഒരു മിനിറ്റ് ഇട്ടാ, ഞാൻ ലാപ്പിൽ ചാർജ് കുത്തി വെച്ചോട്ടെ. ഓക്കെ. ദെൻ ടൈപ്പ് നെയിം എന്ന് വെച്ചാൽ എന്താണ്? ടൈപ്പ് നെയിം, ആ നെയിമിന്റെ ടൈപ്പ് നമുക്ക് റിട്ടേൺ ചെയ്യും. അതായത് ആ നെയിം എന്നുള്ള വേരിയബിളിൽ എന്ത് വാല്യൂ ആണോ ഇപ്പോൾ ഉള്ളത് ആ വാല്യൂ ഏത് ഡേറ്റ ടൈപ്പ് ആണ് എന്ന് നമുക്ക് റിട്ടേൺ ചെയ്യും. അപ്പൊ നെയിം എന്തായിരുന്നു? നെയിം ഈസ് ഈക്വൽ ടു അരുൺ എന്ന് നമ്മൾ കൊടുത്തത് അതെന്താണ്? സ്ട്രിംഗ് ഡേറ്റ ടൈപ്പ് ആണ് അല്ലേ? അപ്പൊ നമുക്ക് എന്താ റിട്ടേൺ ചെയ്യാം? ടൈപ്പ് str എന്ന് റിട്ടേൺ ചെയ്യിപ്പിക്കും. ദെൻ ഏജിന്റെ ടൈപ്പ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? ഏജിന്റെ ഡേറ്റ ടൈപ്പ്, ഏജ് എന്ന വേരിയബിളിൽ ഇപ്പോൾ ഉള്ള വാല്യൂവിന്റെ ടൈപ്പ് ഏതാണ്, ഡേറ്റ ടൈപ്പ് ഏതാണ് എന്ന് എങ്ങനെ കണ്ടുപിടിക്കുക? ടൈപ്പ് ഏജ്, ടൈപ്പ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട്. അപ്പൊ എന്താ നമുക്ക് റിട്ടേൺ ചെയ്യാം? ഏജ് എന്തായിരുന്നു? 20 എന്ന് നമ്മൾ കൊടുത്തത്. അപ്പൊ അതൊരു ഡിജിറ്റൽ, ഒരു നമ്പർ ആണ് അല്ലെ? ഒരു ഇൻഡിജർ നമ്പർ ആണ്. അപ്പൊ നമുക്ക് ടൈപ്പ് ഇൻറ്റ് എന്ന് റിട്ടേൺ ചെയ്തു. ദെൻ നെക്സ്റ്റ് ഹോബീസ്. ഹോബീസ് എന്ന വേരിയബിളിൽ ഇപ്പോൾ ഉള്ള വാല്യൂസിന്റെ ടൈപ്പ് ഏതായിരുന്നു? ലിസ്റ്റ് ആയിരുന്നു. അപ്പൊ നമുക്ക് എന്താ റിട്ടേൺ ചെയ്തത്? ടൈപ്പ് ലിസ്റ്റ് എന്ന് റിട്ടേൺ ചെയ്തു. മനസ്സിലായില്ലേ? ഇൻപുട്ട് ഫംഗ്ഷൻ നമ്മൾ നോക്കി. സെക്കൻഡ് റോ ഇൻപുട്ട് ഫംഗ്ഷൻ. അപ്പൊ എന്താണ് ഇൻപുട്ട് ഫംഗ്ഷനും റോ ഇൻപുട്ട് ഫംഗ്ഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് നോക്കാം. Row input is somewhat different from the input function provided by Python. രണ്ടും സെയിം അല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്. റോ ഇൻപുട്ട് ഫംഗ്ഷനും ഇൻപുട്ട് ഫംഗ്ഷനും ഡിഫറൻസ് ഉണ്ട്. എന്താണെന്ന് നോക്കാം. റോ ഇൻപുട്ട് also takes the input from the user but it does not interpret the input and also it returns the input of the user without doing any changes. അതായത് നമ്മൾ ഏത് ഇൻപുട്ട് കൊടുത്താലും, ഇപ്പൊ നമ്പേഴ്സ് കൊടുത്താലും സ്ട്രിംഗ് കൊടുത്താലും എന്ത് ടൈപ്പുള്ള ഇൻപുട്ട് കൊടുത്താലും സ്ട്രിംഗ് ആയിട്ട് മാത്രമേ എന്ത് ചെയ്യുള്ളൂ? പൈത്തൺ
റോ ഇൻപുട്ട് ഫംഗ്ഷൻ ഇന്റർപ്രിറ്റ് ചെയ്യുള്ളൂ. മനസ്സിലായാ? ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. ഇപ്പൊ നമ്മള് ഇൻപുട്ട് ഫംഗ്ഷനിൽ എന്തായിരുന്നു, ഇപ്പൊ ഇന്റിജർ വാല്യൂ ആണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടും ഇന്റിജർ തന്നെ ആയിരിക്കും, ഇന്റിജർ ടൈപ്പ് തന്നെ ആയിരിക്കും. സ്ട്രിംഗ് ആണ് കൊടുക്കുന്നതെങ്കിൽ റിട്ടേൺ ചെയ്ത് എന്തായിരിക്കും, സ്ട്രിംഗ് തന്നെ ആയിരിക്കും. പക്ഷേ റോ ഇൻപുട്ട് ഫംഗ്ഷനിൽ എല്ലാം എന്തായിട്ടാണ് സ്ട്രിംഗ് ആയിട്ടായിരിക്കും സ്റ്റോർ ചെയ്യുക. ഇന്റിജർ വാല്യൂ കൊടുത്താലും സ്ട്രിംഗ് ആയിട്ടായിരിക്കും സ്റ്റോർ ചെയ്യുക, പിന്നെന്താ ക്യാരക്ടർ കൊടുത്താലും സ്ട്രിംഗ് ആയിട്ടായിരിക്കും സ്റ്റോർ ചെയ്യുക, എല്ലാം സ്ട്രിംഗ് ആയിട്ടായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. അതായത് റോ എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണോ ഇൻപുട്ട് കൊടുക്കുന്നത് അതേപോലെ തന്നെ റിട്ടേൺ ചെയ്യും. അതുകൊണ്ടാണ് റോ ഇൻപുട്ട് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. Then afterwards we can change this raw input into any data type which is needed for our program. പക്ഷേ എന്താണ്, നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. റോ ഇൻപുട്ട് ഫംഗ്ഷനെ നമുക്ക് ആവശ്യമുള്ള ഡേറ്റ ടൈപ്പ് ആയിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുക? അതിനാണ് കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനെ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഡേറ്റ ടൈപ്പ് ആയിട്ട് ചേഞ്ച് ചെയ്യുന്നതിനെയാണ് കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. Then, in order to take input from the user in desired data type, we can use casting function with raw input. Raw inputന്റെ കൂടെ casting function യൂസ് ചെയ്തിട്ട് നമ്മളുടെ യൂസറിന് ആവശ്യമുള്ള ഡിസൈഡ് ഡേറ്റ ടൈപ്പിലേക്ക് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. This is why the raw input is most preferred over the input function. എക്സാമ്പിൾ നോക്കിക്കേ. ആദ്യം കൊടുത്ത എക്സാമ്പിളിൽ കാസ്റ്റിംഗ് ഇല്ല, ഡയറക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ റോ ഇൻപുട്ട് യൂസ് ചെയ്യുന്നു. അപ്പോൾ ഏജ് ഈസ് ഈക്വൽ ടു റോ ഇൻപുട്ട് എന്റർ യുവർ ഏജ്. അപ്പൊ എന്താണ് കമാൻഡ് ലൈൻ പ്രോംപ്റ്റ് ചെയ്യുക? ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് വരുന്നത് എന്റർ യുവർ ഏജ് എന്ന് പ്രോംപ്റ്റ് ചെയ്യും. അപ്പൊ നമ്മൾ 20 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു. അപ്പൊ എന്താ ഔട്ട്പുട്ട് വരാം? 20 എന്ന് ഔട്ട്പുട്ട് വന്നു. എന്നിട്ട് നമുക്ക് ഈ 20യുടെ ഡേറ്റ ടൈപ്പ് ഏതാണെന്ന് കണ്ടുപിടിക്കണം. ഏത് ടൈപ്പാണ് 20 സ്റ്റോർ ആയിരിക്കുന്നത് എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ ഏത് ഫംഗ്ഷനാണ് യൂസ് ചെയ്യുക? ടൈപ്പ് ഫംഗ്ഷൻ യൂസ് ചെയ്യും. ടൈപ്പ് ഓഫ് ഏജ് എന്ന് നമ്മൾ കൊടുക്കുമ്പോൾ എന്താ റിട്ടേൺ ചെയ്തത്? ടൈപ്പ് സ്ട്രിംഗ് ആയിട്ടാണ് റിട്ടേൺ ചെയ്തത്. പക്ഷെ 20 എന്ന് പറയുന്നത് സ്ട്രിംഗ് ആണോ? അല്ല. 20 എന്ന് പറയുന്നത് ഒരു ഇന്റിജർ ഡേറ്റ ടൈപ്പ് ആണ്. പക്ഷേ നമ്മുടെ ഈ റോ ഇൻപുട്ട് ഫംഗ്ഷൻ യൂസ് ചെയ്തപ്പോൾ 20 എന്ന് പറയുന്നത് എന്തായിട്ടാണ് സ്റ്റോർ ആയത്? സ്ട്രിംഗ് ആയിട്ടാണ് സ്റ്റോർ ആയത്. പക്ഷെ അങ്ങനെ സ്റ്റോർ ആവാൻ പാടില്ലല്ലോ. 20 എന്ന് പറയുന്നത് ഇന്റിജർ വാല്യൂ ആണ്, സ്ട്രിംഗ് വാല്യൂ അല്ല. അതുകൊണ്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യും? കാസ്റ്റിംഗ് ഫംഗ്ഷൻ യൂസ് ചെയ്യും. We use casting function with raw input function. എങ്ങനെയാണ് യൂസ് ചെയ്യുക നോക്കിക്കേ. യൂസിങ് കാസ്റ്റിംഗ് ഫംഗ്ഷൻ വെച്ചപ്പോൾ ഏജ് ഈസ് ഈക്വൽ ടു ഇൻഡ് റോ ഇൻപുട്ട് നമ്മൾ കൊടുക്കണം. ഇൻഡ് ഓഫ് റോ ഇൻപുട്ട് എന്റർ യുവർ ഏജ് എന്ന് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എന്റർ യുവർ ഏജിന് കൊടുക്കുന്ന ആ ഏജിന് കൊടുക്കുന്ന വാല്യൂ എന്തായിട്ട് ചേഞ്ച് ആവും? ഇന്റിജർ വാല്യൂ ആയിട്ട് സ്റ്റോർ ആവും. ഇന്റിജർ വാല്യൂ ആയിട്ട് സ്റ്റോർ ആവും. അപ്പൊ ഇന്റ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇന്റ് എന്തായിട്ട് സ്റ്റോർ ആയേനെ? സ്ട്രിംഗ് ആയിട്ട് സ്റ്റോർ ആവുള്ളായിരുന്നു. നോക്കിക്കേ, എന്റർ യുവർ ഏജ് നമ്മൾ 20 കൊടുത്തു. അപ്പൊ ഔട്ട്പുട്ട് നമുക്ക് 20 കിട്ടി. ഇനി നമുക്ക് ആ ഏജിന്റെ ടൈപ്പ് ഒന്ന് കണ്ടുപിടിക്കാം. ടൈപ്പ് ഓഫ് ഏജ് കൊടുത്തപ്പോൾ എന്താ റിട്ടേൺ ചെയ്തത്? ടൈപ്പ് ഇന്റ് എന്ന് റിട്ടേൺ ചെയ്തു. അപ്പോൾ ആ 20നെ അതിന്റെ ഇന്റിജർ വാല്യൂ ആയിട്ട് സ്റ്റോർ ചെയ്യാൻ നമുക്ക് പറ്റി. ഓക്കെ, മനസ്സിലായില്ലേ? Then type function. ഇത്രയും നേരം നമ്മൾ എക്സാമ്പിൾ കണ്ടത് തന്നെ ടൈപ്പ് ഫംഗ്ഷൻ. ഇപ്പോൾ ഒരു വേരിയബിളിന്റെ ടൈപ്പ് ഏത് ടൈപ്പിലാണ് അത് സ്റ്റോർ ആയിരിക്കുന്നത് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടൈപ്പ് ഫംഗ്ഷൻ യൂസ് ചെയ്തത്. The type function returns the type of the specified object. നമ്മൾ ഏത് ഒബ്ജക്റ്റ് ആണോ ടൈപ്പ് ഫംഗ്ഷന്റെ ഉള്ളിൽ കൊടുക്കുന്നത്, ഏത് ഒബ്ജക്റ്റിന്റെ ടൈപ്പ് ആണ് നമുക്ക് അറിയേണ്ടത് എന്ന് വെച്ചാൽ ടൈപ്പ് ഫംഗ്ഷനുള്ളിൽ ആ ഒബ്ജക്റ്റിന് നെയിം കൊടുക്കുക. അപ്പോൾ ആ ഒബ്ജക്റ്റിലുള്ള വാല്യൂവിന്റെ അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റിലുള്ള വാല്യൂവിന്റെ ടൈപ്പ് ഏതാണ്, എന്തായിട്ടാണ് അത് സ്റ്റോർ ആയിരിക്കുന്നത് എന്ന് നമുക്ക് റിട്ടേൺ ചെയ്യും. അതായത് ടൈപ്പ് ഓഫ് ദീസ് ഒബ്ജക്ട്സ്. എക്സാമ്പിൾ നോക്കിക്കേ. A is equal to apple, banana, cherry. B is equal to hello world. C is equal to 33 നമ്മൾ കൊടുത്തു. അപ്പോൾ A is equal to apple, banana, cherry എന്ന് കൊടുത്തു. അപ്പോൾ X is equal to type of A, അതായത് A എന്ന വേരിയബിളിലുള്ള വാല്യൂസിന്റെ ടൈപ്പ് റിട്ടേൺ ചെയ്യണം. അപ്പോൾ X is equal to type A, എന്തായിരിക്കും റിസൾട്ട് വരാം? ഏത് ടൈപ്പ് ആയിരിക്കും നമുക്ക് റിട്ടേൺ ചെയ്യാം? പറഞ്ഞേ. A is equal to apple, banana, cherry. റൗണ്ട് ബ്രാക്കറ്റിന് ഉള്ള കൊടുത്തേക്കുന്നത്. അപ്പൊ ഏതായിരിക്കും റിട്ടേൺ ചെയ്യുന്നത്? ടപ്പിൾ ആയിരിക്കും. B is equal to hello world. അപ്പൊ ഏതായിരിക്കും റിട്ടേൺ ചെയ്യാം?
y is equal to type of b നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഏത് ടൈപ്പ് ആയിരിക്കും റിട്ടേൺ ചെയ്യാ? സ്ട്രിംഗ് ആയിരിക്കും. c is equal to 33. അപ്പോ z is equal to type of c. അപ്പൊ ഏതായിരിക്കും റിട്ടേൺ ചെയ്യാ? ഇന്റ്. അപ്പൊ സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ വരുന്നത് ലിസ്റ്റ്, റൗണ്ട് ബ്രാക്കറ്റിനുള്ളിൽ വരുന്നത് ടപ്പിൾ. പിന്നെ എന്താണ് ക്യാരക്ടേഴ്സ് വരുന്നത് സ്ട്രിങ്, നമ്പേഴ്സ് വരുന്നത് ഇന്റ്. Then eval function. എന്താണ് eval function? The eval function evaluates a specified expression. അതായത് ഇപ്പൊ നമ്മൾ ഒരു സ്റ്റേറ്റ്മെന്റിൽ കൊടുക്കുന്ന എക്സ്പ്രഷനെ മാത്രം ഇവാലുവേറ്റ് ചെയ്യും. If the expression is a legal Python statement, it will be executed. ആ എക്സ്പ്രഷൻ എന്തായിരിക്കണം? ഒരു ലീഗൽ പൈത്തൺ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കണം, ഒരു വാലിഡ് സ്റ്റേറ്റ്മെന്റ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റിൽ വരുന്ന എക്സ്പ്രഷനെ മാത്രം ഇവാലുവേറ്റ് ചെയ്യും. എക്സാമ്പിൾ നോക്കിക്കേ. x ഈക്വൽ ടു പ്രിന്റ് 55. ഈവൽ ഓഫ് എക്സ് എന്ന് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു എക്സ്പ്രഷനെ മാത്രമേ എടുക്കും, പ്രിന്റ് 55 മാത്രമേ എടുക്കുള്ളൂ, ഇവാലുവേറ്റ് ചെയ്യുള്ളൂ. പ്രിന്റ് 55 എന്ന് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ എന്താ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക? 55. പ്രിന്റ് 55 എന്ന് വെച്ചാൽ എന്താ? 55നെ പ്രിന്റ് ചെയ്യിപ്പിക്കാം. അപ്പൊ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് 55 ആയിരിക്കും. ഓക്കെ. നെക്സ്റ്റ് പ്രിന്റ് ഫംഗ്ഷൻ. നമ്മൾ കുറെ എക്സാമ്പിൾ കണ്ടു പ്രിന്റ് ഫംഗ്ഷന്റെ, പ്രിന്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയുള്ള ഫംഗ്ഷന്റെ. പ്രത്യേകിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല. The print function prints the specified message to the screen. എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? നമ്മൾ കൊടുക്കുന്ന ഒരു സ്പെസിഫൈഡ് മെസ്സേജിനെ സ്ക്രീനിൽ പ്രിന്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പ്രിന്റ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ഓർ അതർ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഡിവൈസ്, സ്ക്രീനിലോ വേറെ ഏതെങ്കിലും ഔട്ട്പുട്ട് ഡിവൈസസിലോ പ്രിന്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രിന്റ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. The message can be a string or any other object. The object will be converted into a string before writing the screen. അതായത് നമ്മൾ കൊടുക്കുന്ന മെസ്സേജ് ഏത് ടൈപ്പും ആയിക്കോട്ടെ, ഒബ്ജക്റ്റ് അതായത് സ്ട്രിങ് ആയിക്കോട്ടെ, ഇൻഡിജർ ആയിക്കോട്ടെ, ഏതായാലും അത് റൈറ്റ് ചെയ്യുന്നതിന് മുമ്പ്, പ്രിന്റ് ചെയ്യുന്നതിന് മുമ്പ് എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? സ്ട്രിങ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടായിരിക്കും സ്ക്രീനിൽ റൈറ്റ് ചെയ്യുക. എക്സാമ്പിൾ നോക്കിക്കേ. പ്രിന്റ് എ മെസ്സേജ് ഓൺ ദ സ്ക്രീൻ. അതായത് പ്രിന്റ് ഹലോ വേൾഡ്. അപ്പൊ എന്താ വരാ? ഹലോ വേൾഡ് എന്ന് പ്രിന്റ് ആയിട്ട് വരും. ദെൻ പ്രിന്റ് ഹലോ ഹൗ ആർ യു. അപ്പൊ എന്താ പ്രിന്റ് ആയിട്ട് വരാ? ഹലോ ഹൗ ആർ യു എന്ന് പ്രിന്റ് ആയിട്ട് വരും. പ്രിന്റ് ഫംഗ്ഷന്റെ ഉള്ളിൽ നമ്മൾ എന്ത് കൊടുത്താലും അത് അങ്ങനെ തന്നെ സ്ക്രീനിൽ പ്രിന്റ് ആയിട്ട് വരും. ഓക്കെ. മനസ്സിലായോ എല്ലാവർക്കും? മനസ്സിലായോ? നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ കഴിഞ്ഞിട്ടാ. എത്ര പെട്ടെന്ന് കഴിഞ്ഞു? എന്ത് പെട്ടെന്ന് കഴിഞ്ഞല്ലേ? വളരെ പെട്ടെന്നായിരുന്നു. എന്താ മനു പറഞ്ഞേ? ഒക്കെ വളരെ പെട്ടെന്നായിരുന്നു. മനസ്സിലായോ? അപ്പൊ ഫസ്റ്റ് മൊഡ്യൂള് പൈത്തണിന്റെ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ ഫസ്റ്റ് മൊഡ്യൂളിൽ. എന്താണ് പൈത്തൺ, എന്താണ് പൈത്തണിനെ പോപ്പുലർ ആക്കിയത്, എന്തായിരുന്നു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ്, ദെൻ പൈത്തൺ പ്രോഗ്രാംസിൽ യൂസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ, സ്റ്റേറ്റ്മെന്റ്സ്, എക്സ്പ്രഷൻസ്, കമന്റ്, ഇൻഡന്റേഷൻ, പിന്നെ ഡേറ്റ ടൈപ്സ് ഏതൊക്കെയാണ്, പൈത്തണിൽ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെയാണ്, പിന്നെ അസോസിയേറ്റി, പിന്നെ എന്താണ് അസോസിയേറ്റ് ആൻഡ് പ്രസിഡൻസ്, പിന്നെ എന്താണ് ബൈനറി ഓപ്പറേഷൻ, യൂണറി ഓപ്പറേഷൻ, ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ സിമ്പിൾ ആയിട്ടുള്ള ബേസിക് കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചത്. അല്ലേ? അതെ. കുഴപ്പമില്ലല്ലോ? ആർക്കും മനസ്സിലായി? ഏതെങ്കിലും പാട്ട് മനസ്സിലാവാണ്ടുണ്ടോ ആർക്കെങ്കിലും? ഞാനത് നോട്ട്സ് ശരിക്കും നോക്കാം. എന്തെങ്കിലും മനസ്സിലാവാനുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാട്ടോ. അപ്പൊ നമുക്കൊന്ന് നോക്കാം നമ്മൾ എന്തൊക്കെയായിരുന്നു പഠിച്ചത്. ഇത് നമ്മുടെ ടെക്സ്റ്റ് ആണോ, ലൈബ്രറിയിലുള്ള ടെക്സ്റ്റ്. കമ്പ്യൂട്ടിംഗ് ആൻഡ് പ്രോബ്ലം ഇതിൽ ഫസ്റ്റ് മൊഡ്യൂളിലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഈ ടെക്സ്റ്റിലുണ്ട് ഫസ്റ്റ് മൊഡ്യൂളിലത്തെ കാര്യങ്ങൾ. അപ്പൊ അവര് തന്നെ കുറെ ക്വസ്റ്റ്യൻസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്, റിവിഷൻ ചെയ്യാൻ വേണ്ടിയുള്ളതൊക്കെ കൊടുത്തിട്ടുണ്ട്. അതെ, ഓൾവേസ് റിമെമ്പർ എന്ന് കാണിച്ചു. ഓൾവേസ് റിമെമ്പർ ഒരു സമ്മറി പോലെ, ഒരു ഫസ്റ്റ് മൊഡ്യൂളിൽ എന്തൊക്കെയാണ് പഠിച്ചത് എന്നുള്ള ഒരു സമ്മറി പോലെ അവർ ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കത് നോക്കാം. ഫസ്റ്റ് എന്താണ്? പൈത്തൺ ഈസ് എ ഹൈ ലെവൽ
ജനറൽ പർപ്പസ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അതാണ് നമ്മൾ ഫസ്റ്റ് പഠിച്ചല്ലേ. എന്താണ് പൈത്തൺ എന്ന് നമ്മൾ പഠിച്ചത് ഫസ്റ്റ് അതായിരുന്നു. പൈത്തൺ ഇസ് എ ഹൈ ലെവൽ general purpose programming language. Then the code written in Python is automatically compiled to bytecode and executed. Automatically compile ആവും. അതാണ് എന്താ പറയാ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്. Then the print statement is used to display the output screen. എങ്ങനെയാണ് നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്ന ഔട്ട്പുട്ടിനെ പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്തിട്ടാണ് ഔട്ട്പുട്ടിനെ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുന്നത്. Then in Python the hash character is used for commenting. ഹാഷ് ക്യാരക്ടർ നമ്മൾ എന്തിനാ യൂസ് ചെയ്തത്? ഹാഷ് ക്യാരക്ടർ കമന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു ലൈന് നമുക്ക് ആ പ്രോഗ്രാമിൽ യൂസ് ചെയ്യണ്ട, തൽക്കാലത്തേക്ക് യൂസ് ചെയ്യണ്ട, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? ആ ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഹാഷ് ക്യാരക്ടർ കൊടുക്കും. അപ്പൊ എന്താണ് പൈത്തൺ ആ ഒരു ലൈനിൽ റീഡ് ചെയ്യാൻ പറ്റില്ല. Then in Python, an identifier must begin with a letter or underscore and can include any number of letters, digits or underscore. അതായത് ഒരു ഐഡന്റിഫയർ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് പൈത്തണിൽ? ഒരു അണ്ടർസ്കോർ വെച്ചിട്ടോ ഒരു എന്താണ് പറയൂ പിന്നെ ഐഡന്റിഫയർ സ്റ്റാർട്ട് ചെയ്യാ നെയിം വെച്ചിട്ടോ ആയിരിക്കണം. നമ്പേഴ്സ് ആവാൻ പാടില്ല. അങ്ങനെ കുറെ റൂൾസ് ഒക്കെ നമ്മൾ പഠിച്ചില്ലേ ഐഡന്റിഫയർ പഠിച്ചപ്പോ? ഇതെന്താണ്? Writing the name of a variable is called declaring a variable. അതായത് ഇപ്പൊ നമ്മൾ ഒരു വേരിയബിളിന്റെ പേര് എഴുതുക, അതായത് x is equal to എന്ന് നമ്മൾ എഴുതുകയാണെങ്കിൽ ആ x ആണ് വേരിയബിൾ. നമ്മൾ ആ എക്സിനെ അവിടെ എന്ത് ചെയ്യാം? വേരിയബിൾ ആയിട്ട് ഡിക്ലെയർ ചെയ്യാണ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? വേറെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ കൂട്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യേണ്ട ആവശ്യമില്ല പൈത്തണിൽ. നമ്മൾ യൂസ് ചെയ്യുമ്പോൾ തന്നെ അത് ഓട്ടോമാറ്റിക്കലി ഡിക്ലെയർ ആവും. എക്സ് ഈസ് ഈക്വൽ ടു 5 എന്ന് കൊടുക്കുകയാണെങ്കിൽ എക്സ് അവിടെ ഓട്ടോമാറ്റിക്കലി ഡിക്ലെയർ ആവും. പക്ഷെ നമ്മൾ സി ഒക്കെ എന്താ ചെയ്യേണ്ടത്? ഇപ്പൊ നമ്മൾ എക്സിന്റെ ഇൻഡിജർ വാല്യൂ ആണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇൻഡെക്സ് എന്ന് നമ്മൾ ഡിക്ലെയർ ചെയ്യേണ്ടി വരും. ഇപ്പൊ ക്യാരക്ടർ വാല്യൂ ആണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ക്യാർ എക്സ് എന്ന് നമ്മൾ ഡിക്ലെയർ ചെയ്യേണ്ടി വരും. പക്ഷെ പൈത്തണിൽ അങ്ങനെ ഡിക്ലെയർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ ഒരു വേരിയബിൾ നമ്മൾ പ്രോഗ്രാമിൽ യൂസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി തന്നെ എന്താവും? ഡിക്ലെയർ ആവും. ഓക്കെ, പിന്നെ എന്താണ്? assigning a value to a variable is called initializing a variable. അതായത് നമ്മൾ ഡിക്ലെയർ ചെയ്ത ആ വേരിയബിളിന് ഒരു വാല്യൂം കൂടി നമ്മൾ കൊടുത്തു. അതായത് x ഈക്വൽ ടു 5 എന്ന് നമ്മൾ കൊടുത്തു. അപ്പൊ നമ്മൾ എന്താ അവിടെ ചെയ്തത്? ആ 5 എന്ന് പറയുന്നത് ഒരു വാല്യൂ ആണ്. ആ ഇനിഷ്യലൈസ് ചെയ്ത ആ ഡിക്ലെയർ ചെയ്ത വേരിയബിളിന് നമ്മൾ ഒരു വാല്യൂ ഇനിഷ്യലൈസ് ചെയ്ത് കൊടുത്തു. അങ്ങനെയാണ് ഒരു വേർഡ് ഇനിഷ്യലൈസേഷൻ എന്നാണ് അതിൽ പറയുന്നത്. നമ്മൾ പറയുമ്പോൾ എന്താ? വാല്യൂ കൊടുത്തു, വാല്യൂ സ്റ്റോർ ചെയ്ത് കൊടുത്തു എന്നൊക്കെ പറയും. പക്ഷെ ജനറലി പറയുമ്പോൾ എന്താണ്? വേരിയബിൾ ഈസ് എന്താണ്? ഇനിഷ്യലൈസിങ് എ വേരിയബിൾ. എ വാല്യൂ ഈസ് ഇനിഷ്യലൈസിങ് എ വേരിയബിൾ. വാല്യൂ കൊടുക്കുമ്പോൾ ആ വേരിയബിളിലേക്ക് ആ വാല്യൂവിനെ ഇനിഷ്യലൈസ് ചെയ്യാണ് ചെയ്യുന്നത്. ആ വേരിയബിളിൽ ആ വാല്യൂ സ്റ്റോർ ആവും. ഓക്കെ, നമ്മുടെ സമയം കഴിയാറായി. 1 മിനിറ്റ് ഉള്ളു കേട്ടോ. ചെയ്യാം എന്തൊക്കെയാണെന്നുള്ളത് ബാക്കി നാളെ നമുക്ക് പറയാം. ഓക്കെ, ബൈ. ഓക്കെ. ഓക്കെ.